ഇന്നലെ പറഞ്ഞിരുന്നതാണ് 108 ആംബുലൻസ് ജീവനക്കാർ സമരത്തിലേക്ക് കടക്കുകയാണെന്നുള്ളത്. കാരണം ശമ്പളം വൈകുന്നതിനെതിരെയാണ്, ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് അവരുടെ. പക്ഷേ പ്രശ്നം ഒരു പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ്. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർ നിസ്സഹകരണ സമരത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. രോഗികളെ ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് പൂർണ്ണമായും നിർത്തി. എല്ലാ മാസവും സമരം ചെയ്ത് ശമ്പളം വാങ്ങേണ്ട ഗതികേടിൽ മുന്നോട്ട് പോകാനാകില്ലെന്ന് ജീവനക്കാർ പറയുന്നു. എല്ലാ മാസവും ജീവനക്കാർ ജോലി ചെയ്തതിനു ശേഷവും സമരം കൂടെ ചെയ്ത് ശമ്പളം വാങ്ങേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ ടെൻഡർ എടുത്തിരിക്കുന്ന EMRI ഗ്രീൻ ഹെൽത്ത് സർവീസ് എന്ന കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് ജീവനക്കാർക്ക് ശമ്പളം തരേണ്ടത്. കഴിഞ്ഞ മാസം സ്കൂൾ തുറക്കുന്ന സമയമാണെങ്കിൽ ഈ മാസം കുഞ്ഞുങ്ങളുടെ സ്കൂൾ തുറന്ന് ആദ്യത്തെ മാസത്തെ ഫീസ് മുടങ്ങിയ സാഹചര്യമാണ്. അതുകൂടാതെ ഹോം ലോണുകൾ ബൗൺസായി അങ്ങനെ ഭയങ്കര ദുരിതം നിറഞ്ഞ ജീവിതമായി മാറുകയാണ് 108 ജീവനക്കാരുടേത്. ഇതാണ് അവസ്ഥ. പല മാസങ്ങളിലായി ശമ്പളം മുടങ്ങുന്നു. സ്കൂൾ തുറന്നപ്പോൾ കുട്ടികൾക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോലും പണം കിട്ടിയില്ല. കടമെടുത്ത് മടുത്തു എന്നാണ് 108 ആംബുലൻസിലെ ജീവനക്കാർ പറയുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ജീവൻ പോലും മറന്നോടുന്നവരാണ് 108 ആംബുലൻസിലെ ജീവനക്കാർ. അവർക്ക് പണിയെടുത്തതിന്റെ കൂലി പോലും കൃത്യമായി ലഭിക്കാറില്ല. കഴിഞ്ഞ മാസവും സമരം ചെയ്താണ് ശമ്പളം വാങ്ങിയത്. ഇതേ നിസ്സഹകരണ സമരം അന്നും പുറത്തെടുത്തു. ജൂൺ മാസത്തെ ശമ്പളത്തിനായി വീണ്ടും നിസ്സഹകരണ സമരം തുടങ്ങി. റഫർ ചെയ്യുന്ന രോഗികൾക്കുള്ള യാത്രാ സൗകര്യം നൽകില്ല. അതേസമയം അപകടം, മറ്റ് അത്യാഹിതങ്ങൾ എന്നിവയെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 108 ആംബുലൻസുകളുടെ നടത്തിപ്പ് ചുമതലയുള്ള EMRI ഗ്രീൻ ഹെൽത്ത് സ്വകാര്യ കമ്പനിക്ക് സർക്കാർ 69.94 കോടി രൂപയാണ് നൽകാനുള്ളത്. ഇത് കിട്ടാതെ നിലവിൽ ശമ്പളം നൽകാനാകില്ലെന്ന് കമ്പനി സർക്കാരിനെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. കമ്പനിയും സർക്കാരും കൈമലർത്തുമ്പോൾ പാവപ്പെട്ട രോഗികൾക്ക് കിട്ടേണ്ട സൗജന്യ സേവനം കൂടിയാണ് ഇവിടെ മുടങ്ങുന്നത്. റിപ്പോർട്ടർ, കോട്ടയം.